ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് സെക്ഷൻ 20 ഓഫ് NDPS ആക്ട് 1985. ആരെങ്കിലും കഞ്ചാവ് ചെടിയുമായി ബന്ധപ്പെട്ട് വല്ല കേസുകളും അപ്പെടുകയാണെങ്കിൽ അത് വിൽക്കുകയോ മാനുഫാക്ചർ ചെയ്യുകയോ അല്ലെങ്കിൽ കൈവശം വെക്കുകയോ ട്രാൻസ്പോർട്ട് ചെയ്യുകയോ ഇമ്പോർട്ട് ചെയ്യുകയോ ഇൻഡസ്ട്രിയേറ്റ് എക്സ്പോർട്ട് ഇൻഡസ്ട്രിയേറ്റ് മുതലായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത്തരം വ്യക്തികൾ 10 വർഷം വരെ കിട്ടാവുന്ന ശിക്ഷയും അല്ലെങ്കിൽ ഫൈനും, അല്ലെങ്കിൽ ഫൈൻ എന്ന് പറയുന്നത് 1,00,000 രൂപ വരെയുമാകുന്നു. ഈ പിടിച്ചെടുത്ത കന്നാബിസ് ചെടികൾ അല്ലെങ്കിൽ ആ പ്ലാന്റിൻ്റെ മറ്റു ബന്ധപ്പെട്ട ഭാഗങ്ങൾ കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെങ്കിൽ, സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ അവർക്ക് 1 വർഷം വരെ തടവും അല്ലെങ്കിൽ 10,000 രൂപയോ അല്ലെങ്കിൽ ഇത് രണ്ടും ഒന്നിച്ച് ആവുന്ന ശിക്ഷയാണ് ഈ ആക്ടിൽ പറയുന്നത്. കൂടാതെ ഇപ്രകാരം പിടിച്ചെടുത്ത കഞ്ചാവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ അത് സ്മോൾ ക്വാണ്ടിറ്റിക്ക് മുകളിലും കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിക്ക് ഇടയിലുമാണെങ്കിൽ 10 വർഷം വരെ തടവും അല്ലെങ്കിൽ ഫൈനും. ഈ ഫൈൻ എന്ന് പറയുന്നത് 1,00,000 രൂപ വരെയാകാം. ഇത്തരം പിടിച്ചെടുത്ത കഞ്ചാവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ 10 വർഷം വരെ തടവും, അത് 20 വർഷം വരെ ആകാം മാക്സിമം, ആൻഡ് ഫൈൻ ഓഫ് 1 lakh rupees which may extend to 2 lakh, and provided that the court may, for reason to be recorded in the judgment, impose a fine exceeding 2 lakh. ഇപ്രകാരം കോടതിക്ക് 2 ലക്ഷത്തിൽ കൂടുതലുള്ള ഫൈനും കൊടുക്കാവുന്നതാണ്. അത് ആ ജഡ്ജ്മെൻറ്റിൽ പറയണം എന്ന് മാത്രം. സെക്ഷൻ 20 ഓഫ് NDPS ആക്ട്, പണിഷ്മെൻറ്റ് ഫോർ കോൺട്രാവെൻഷൻ ഇൻ റിലേഷൻ ടു കന്നാബിസ് പ്ലാന്റ് ആൻഡ് കന്നാബിസ്. കഞ്ചാവുമായി ബന്ധപ്പെട്ട് പല വസ്തുക്കളും പിടിക്കുകയാണെങ്കിൽ 10 മുതൽ 20 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണ് സാധാരണ വരാറുള്ളത്. സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ 1 വർഷം 10,000 റുപ്പീസും അല്ലെങ്കിൽ രണ്ടും കൂടിയും. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ 10 മുതൽ 20 വർഷം വരെ, 1,00,000 മുതൽ 2,00,000 വരെ ഫൈൻ, ആൻഡ് ഫൈൻ 2,00,000-ലും കൂടുതൽ നൽകാവുന്നതാണ്. ആൻഡ് ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി ആണെങ്കിൽ 10 വർഷം വരെ ശിക്ഷ, 1,00,000 രൂപ വരെ പിഴ. ഇതാണ് സെക്ഷൻ 20B ഓഫ് NDPS ആക്ട്, പണിഷ്മെൻറ്റ് ഫോർ contravention in relation to cannabis plant and cannabis. Thank you very much.